ജാസിർ. കൈഫ്. ചോദ്യം പറഞ്ഞല്ലേ രേണുസുദിനെ അറിയോ? രേണുസുദിയെ അറിയില്ല. രേണുസുദിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വലിയ അഭിപ്രായം എന്നുള്ള മനസ്സിലായി. ജസ്റ്റ് റീൽസിൽ കാണുന്നു. സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടോ? ഇല്ല. സബ്സ്ക്രിപ്ഷൻ എടുത്തില്ല. അല്ല, രേണുസിലെ സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഓനെല്ലാം അറിയുന്ന എങ്ങനെ മൊത്തത്തിൽ എന്താണ് അഭിപ്രായങ്ങൾക്ക് രേണുസുദിനെ കുറിച്ചിട്ട്? അഭിപ്രായം നമുക്ക് അഭിപ്രായം ഒന്നുമില്ല. നെഗറ്റീവാണ് മൊത്തത്തില് കാണുന്ന റീൽസും ഡാൻസും. നെഗറ്റീവാണ്. നിന്റെ അഭിപ്രായം നെഗറ്റീവാണ്. എന്റെ അഭിപ്രായോ രേണുസുന്റെ വീഡിയോ തീരെ കാണാൻ താല്പര്യമില്ലാത്ത ആളാണ്. താല്പര്യമില്ലാത്ത ആളൊന്നല്ല. നീ രേണുസുദിന്റെ ഫാനാണോ? ഇല്ല. അല്ല, ഫാൻ എന്ന് പറയുമ്പോ തന്നെ മോശം എന്നാണ്. രേണുസുദിന്റെ ഫാൻ എന്ന് പറഞ്ഞാൽ മോശമാണ്. മോശമല്ല. ഇല്ല, സുധി ഉണ്ടാകുമ്പോ ആള് നല്ലൊരാളായിരുന്നു. ഇപ്പൊ സുധി ഇല്ലല്ലോ. അപ്പൊ ആളൊരു അല്ല, നിനക്ക് രേണുസുദിന്റെ ഫാൻ എന്ന് പറയുമ്പോ മോശമാണ്. അങ്ങനെയാണ്. മോശമാണ്. നിനക്ക് രേണുസുദിന്റെ ഫാൻ, ഞാൻ രേണുസുദിന്റെ ഫാൻ അങ്ങനെ പറയുമ്പോ മോശമായിട്ടാണ് തോന്നുന്നത്. മോശമായിട്ടെന്ന് പറയുമ്പോ അതൊക്കെ മോശമായിട്ടാണ് തോന്നുന്നത്. എന്താ മോശമായിട്ട് തോന്നുന്നത്? മോശമായിട്ട് റീസണൊന്നുമില്ല. അല്ല, രേണുസുദിന്റെ ഫാൻ എന്ന് പറയുമ്പോ ഒരു മോശം ഇതാണ്, ചിന്താഗതിയാണ്. മോശം ചിന്താഗതി റീൽസ് ഒന്നും അത്ര മജാവുന്നില്ല. കുറച്ചുകൂടി മലയാളത്തിൽ വീഡിയോ കൊള്ളില്ല. ചോദ്യം എന്ന് പറഞ്ഞല്ലേ രേണുസുദിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് ചോദ്യം. വേറൊന്നും ചോദിക്കാനില്ല. അല്ല, എന്താണ് അഭിപ്രായം രേണുസുദിനെ കുറിച്ചിട്ട് മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിലെ കാണുമ്പോ? നല്ല അഭിപ്രായമാണ്. എന്താ പറയാ, എനിക്ക് വല്ലാതെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആളാണ് രേണുസുദിനെ. അല്ല. എന്തുകൊണ്ട്? പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ചിട്ടൊരു കണ്ടന്റ് ഇല്ല, പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ. അതായത് റീച്ചിന് വേണ്ടിയിട്ട് ആൾക്കാർ കാണാൻ വേണ്ടിട്ട് കുറെ കാട്ടിക്കൂട്ടുന്നു, അങ്ങനെയാണ് രേണുസുദിനെ കുറിച്ച് അഭിപ്രായം? കുറച്ച് അതന്നെ സംഭവം. എല്ലാരും റീച്ച് കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണല്ലോ ഇത് ചെയ്യണത്. പക്ഷെ പ്രത്യേകിച്ചിട്ടൊരു കണ്ടന്റ് ഒന്നും തോന്നിയിട്ടില്ല. ഒന്നും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഒന്നും തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യണ ഒന്നും തോന്നിയിട്ടില്ല. ആദ്യമൊക്കെ പിന്നെയും അവരുടെ ഹസ്ബൻഡ് മരിച്ച ആ സമയത്തായിരുന്നു വെച്ചെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയാ സെന്റിമെന്റ്സ് ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, കണ്ടായിരുന്നു. പിന്നെ അത്ര താല്പര്യമില്ല കാണാൻ. ഇപ്പൊ തീരെ താല്പര്യമില്ല വീഡിയോസ് കാണുമ്പോൾ. ഇല്ല, കാണാൻ റെക്കമെൻഡേഷൻ വരുമ്പോ എന്താ ചെയ്യാ? ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കും. നിങ്ങളെ എന്താ ചെയ്യാ റെക്കമെൻഡേഷൻ വീഡിയോസ് വരുമ്പോ? രേണുസുദിന്റെ വീഡിയോ തീരെ കാണാൻ താല്പര്യമില്ല. തീരെ കാണാൻ മീൻസ് ഇപ്പൊ ഫീഡിൽ ഇങ്ങനെ വരും, നമ്മളതപ്പോ തന്നെ സ്ക്രോൾ ചെയ്ത് വിടും. നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഒന്നുമില്ല. ഇപ്പൊ ചോദ്യം എന്ന് പറഞ്ഞാലേ രേണുസുദിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? രേണുസുദി നല്ലൊരു ആക്ടറാണ്. ആള് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഏത് ആക്ടർ, നടിയെന്ന നിലയിൽ ഇഷ്ടം? ഐ മീൻ ആള് കൊറേ മറ്റേ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, ഈ ആൽബം സോങ്സ് ഒക്കെ. അതൊക്കെ 2-3 കണ്ടിട്ടുണ്ട്. ആൽബംസ് ഒക്കെ ഇഷ്ടമാണ് രേണുസുദിനെ? കണ്ടിട്ടുണ്ട്. ഫോളോ ചെയ്യാറുണ്ടോ? ഞാൻ ബിഗ് ബോസ് പോയ സമയത്ത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പെർഫോമൻസ് എന്നിട്ട്? ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട്? ഇപ്പൊ ചെയ്യുന്നില്ല. ഫോളോ ചെയ്യണ്ട? ഇല്ല. രേണുസുദിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ്. ആള് ഇപ്പൊ നല്ലൊരു ആക്ടർ ആവണമെന്നാണ് ആളെ ആഗ്രഹം. ഇനിയും ആൾക്ക് എങ്ങനെയൊക്കെ ആൾക്ക് അഭിനയിക്കാം. കാണുന്ന രീതിയിലുള്ള വീഡിയോസിൽ തന്നെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ആൾക്ക് കുറച്ച് നല്ല വീഡിയോസ് എന്നല്ല, ആൾക്ക് കംഫർട്ടായ വീഡിയോസ് ആണ് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചോദിക്കരുത് കേട്ടോ. അപ്പോ എന്താ വെച്ചാല് ആൾക്ക് ഇഷ്ടമാണ് ആ വീഡിയോസ് ചെയ്യാനും. പിന്നെ ആള് കുറെ ആൽബംസ്, ഷോർട്സ്. ആൾക്ക് ഇഷ്ടമാണ്. കുട്ടിക്ക് ആ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടമാണ്. നമുക്ക് ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ബാഡായിട്ട് തോന്നാം. നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കാറില്ല. ഞാൻ ലൈക്ക് കൊടുക്കാറില്ല, എന്നാൽ ലൈക്ക് ഇടയ്ക്കൊക്കെ കൊടുക്കും. കാരണം ഇഷ്ടമാണ് ആളെ. പക്ഷെ എന്നാൽ കൂടിയും നെഗറ്റീവ് കമന്റ്സ് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് വരുമ്പോൾ, പബ്ലിക് സൊസൈറ്റിയിൽ നിന്ന് വരുമ്പോൾ നമുക്കൊക്കെ കാണുമ്പോൾ ഓരോ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് കാണുമ്പോൾ. പക്ഷെ ആളെ വീഡിയോസ് എല്ലാതും ഓക്കെ എന്ന് പറയുന്നില്ല, എന്നാലും ആളുടെ രീതിയിൽ പോകും. ഇല്ല എടുത്തിട്ടില്ല. ഒന്നുമില്ല, എടുത്തിട്ടില്ല. എന്താണ് രേണുസുദിനെ കുറിച്ച് അഭിപ്രായം? കുഴപ്പമില്ല. ഫോളോവർ ആണോ? ഇല്ല.
കാണാൻ ഇഷ്ടമല്ല വീഡിയോസ് ഒന്നും? അല്ല ഞാൻ വീഡിയോസ് വരാറുണ്ട് റീൽസിൽ ഒക്കെ അങ്ങനെ സ്വൈപ്പ് ചെയ്യണ ടൈമിന്റെ വീഡിയോസ് ഒക്കെ വരാറുണ്ട്, കാണാറുണ്ട്. ലൈക്ക് നല്ല വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ലൈക്ക് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ വരുന്ന വീഡിയോസ് ഒക്കെ അങ്ങനത്തെ നല്ല രീതിയിലാണ്. അല്ല ഞാൻ അപ്പൊ കുറച്ച് അങ്ങനെ എടുത്തിട്ടില്ല. അല്ല രേണു ചേച്ചി പറയുമ്പോ ആ ചേച്ചിയുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് അതിനെ പറ്റിട്ടൊന്നും ഇതാക്കാൻ പറ്റില്ലല്ലോ. സ്വയം തോന്നുന്നത് ഇൻട്രസ്റ്റ് വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടമാണ്, അതോ സ്ക്രോൾ ചെയ്യോ, അതോ നോട്ട് ഇൻട്രസ്റ്റ് അടിക്കോ? ചില വീഡിയോസ് കുഴപ്പമില്ല തോന്നും, ബട്ട് ചില വീഡിയോസ് നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് ചിലപ്പോൾ ബാഡ് അടിക്കുമല്ലോ, അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോട്ട് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാറില്ല. ആളിഞ്ഞ് മുകളിലോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ പോട്ടെ, അതേപോലെ തന്നെ പോകണമെന്നാണോ? ഇതിനായിട്ട് വളർച്ച കൂടുതൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ വളരട്ടെ. അതെ. രേണുസുദിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? രേണുസുദിനെ കുറിച്ചിട്ട് എന്താ, ഒരു ഇൻഫ്ലുവൻസർ അല്ലേ? വീഡിയോസ് കാണാറുണ്ട്? ആ, ഫോണിൽ വരുമ്പോ കാണും. ഒന്ന് കാണുമ്പോ എന്താ തോന്നാറ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നൂല. എന്ത് സ്ക്രോൾ ചെയ്യാതെ ലൈക്ക് അടിക്കുമോ, അതെ നോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കും? ഇത് സ്ക്രോൾ ചെയ്യും. കാണാൻ താല്പര്യമില്ല? കാണാൻ എന്തിനു താല്പര്യം? കാണാൻ താല്പര്യമില്ല തീരെ. രേണുസുദിനെ ഫാൻ എന്ന് പറയുമ്പോൾ ഫാനാണോ? ഫാനൊന്നുമല്ല. രേണുസുദിയുടെ ഫാന് ഞാൻ എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഫാൻ എന്ന് പറയുന്നത് മോശമായിട്ടാണോ? മോശമായിട്ടല്ല, അത് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവില്ല. ബ്രോക്ക് എങ്ങനെയാണ്, മോശമായിട്ടാണോ? ആ ഫാനൊന്നല്ല. അങ്ങനെ ഞാൻ ഫാൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ തോന്നുന്നത്? ഫാനെന്താ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് രേണുസുദിനെ? ഇല്ലല്ല. എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യില്ല? ഫോളോ ചെയ്യണമെന്നില്ല. ഫോളോ ചെയ്യാൻ താല്പര്യമില്ല. പേര് രേണുസുദിനെ അറിയില്ല? രേണുസുദിനെ അറിയില്ല? കണ്ടില്ല ഇതുവരെ? വീഡിയോസും കണ്ട രേണുസുദിനെ കണ്ടിട്ടുണ്ടോ? പുള്ളിക്ക് അറിയില്ല. രേണുസുദിനെ അറിയില്ല? ഇൻസ്റ്റാഗ്രാമിലുണ്ടോ കുട്ടി? ഇൻസ്റ്റാഗ്രാമിലുണ്ട്. രേണുസുദിനെ ഇതുവരെ യൂസ് ചെയ്യാറില്ല? രേണുസുദിനെ ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല. അത്ഭുതമല്ലോ. രേണുസുദിനെ അറിയാം. എന്താണ് രേണുസുദിനെ കുറിച്ച് അഭിപ്രായം? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇൻഫ്ലുവൻസർ ആണ്. അല്ല വീഡിയോസ് കാണുമ്പോ എന്താ? ഞാനങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല, കാണാറില്ല. കാണുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോ എന്താ ചെയ്യാ? റിയാക്ഷൻ എന്തായിരിക്കും? സ്കിപ്പ് ചെയ്യാ? നോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കും? ഇല്ല, അങ്ങനെ കൊടുക്കാറൊന്നുമില്ല, സ്കിപ്പ് ചെയ്ത് വിടും. ഇഷ്ടമില്ലാത്ത കാരണമാണ്? കണ്ടന്റുകൾ തീരെ പോരാ. രേണുസുദിന്റെ കണ്ടന്റ് പോരാ? ഇല്ല. എന്ത് താല്പര്യമില്ല? കണ്ടന്റ് താല്പര്യമില്ല. ഞാൻ താങ്കൾ ഫോളോ ചെയ്യുന്ന കണ്ടന്റ് അല്ല രേണുസുദി ഇടുന്നതല്ലേ? അല്ല അങ്ങനെയല്ല, എന്നാലും ഇൻട്രസ്റ്റ് ആയിട്ട് കാണാറില്ല. ഇതുവരെ ലൈക്ക് ചെയ്തില്ല കണ്ടേ ഒരു വീഡിയോക്കിനും? ഇല്ല. പേരെന്താണ്? സെയ്ദ്. ചോദ്യം അറിയില്ല. രേണുസുദിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായം ഇപ്പൊ എന്താണ് താല്പര്യം ഇല്ലാന്നാണോ? താല്പര്യമില്ല. വീഡിയോസ് കാണാറുണ്ടോ? ഇടയ്ക്ക് ഇങ്ങനെ റീൽ വരുമ്പോ കാണാറുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? റിയാക്ഷൻ എന്തായിരിക്കും? ലൈക്ക് കൊടുക്കും? ലൈക്ക് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇഷ്ടമാണ്? കുഴപ്പമൊന്നുമില്ല, അവരവരുടേതായ രീതിയിൽ ചെയ്യും. നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നാറില്ല? അവരുടെ ഫുൾ കമന്റ് ഒക്കെ നെഗറ്റീവ് ആണല്ലോ പൊതുവെ. ആൾക്കാര് നെഗറ്റീവ് ആയിട്ടാണ് അവരെ വീഡിയോസ് കാണുമ്പോൾ ബ്രോക്ക് എന്താ തോന്നുന്നു? അങ്ങനെ ഞാൻ എപ്പോഴും കാണാൻ ചിലപ്പോൾ വരുന്ന റീൽസ് ഒക്കെ നെഗറ്റീവ് റീൽസ് ആയിരിക്കും കൂടുതലും വരാറ്. അങ്ങനെ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് വിടാറുണ്ട്.